ഹരേ രാമ ഹരേ കൃഷ്ണ. കണ്ണടച്ചു തുറക്കുമ്പോൾ സൗഭാഗ്യം നിങ്ങൾക്ക് മുന്നിൽ. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ജൂൺ മാസത്തിൽ വളരെയധികം സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും. 2024 ജൂൺ 2 മുതൽ, അതായത് ഇന്നു മുതൽ ജൂൺ 8 വരെയുള്ള ചന്ദ്രരാശി പൊതുഫലമാണ്. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് സൗഭാഗ്യങ്ങൾ വന്നെത്തുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ ആഴ്ച രോഗശാന്തിയുടെ സൂചനകൾ കാണുന്നുണ്ടെങ്കിലും കണ്ണിൻ്റെ കാര്യത്തിൽ ചെറിയ ജാഗ്രത വേണ്ടിവരും. യാത്ര ചെയ്യുമ്പോൾ നേത്രങ്ങളെ സംരക്ഷിക്കുക. കണ്ണിൽ അസ്വസ്ഥതയോ തലവേദനയോ കാഴ്ചയിൽ മങ്ങലോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കാതെ ഉടൻ തന്നെ ഡോക്ടറെ കാണണം. തൊഴിൽ ജീവിതം ഈ ആഴ്ച വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. ജോലി ഭാരം കൂടുവാനും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുവാനുമുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രധാനപ്പെട്ട രേഖകൾ കൈമോശം വന്നേക്കാം, അല്ലെങ്കിൽ തെറ്റായ കൈകളിൽ എത്തിപ്പെട്ടേക്കാം. ഇത് മേലധികാരിയുടെ അസംതൃപ്തിക്ക് കാരണമാവുകയും ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയാക്കും. സാമ്പത്തിക കാര്യങ്ങളിലും ജാഗ്രത പാലിക്കണം. അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കുകയും അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് നല്ലതാണ്. കുടുംബ ജീവിതത്തിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ അസുഖം വന്നേക്കാം. അതുമല്ലെങ്കിൽ അവരുമായും വാക്കുതർക്കം ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നു. ക്ഷമയോടെ കൂടെ ധാരണയോടും പെരുമാറുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് വളരെയധികം പ്രധാനമാണ്. കൃഷി, പക്ഷിമൃഗാദികൾ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച വളരെയധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ജാഗ്രതയോടെയും ശ്രദ്ധയോടും പ്രവർത്തിക്കുകയും അപ്രതീക്ഷിത സാഹചര്യങ്ങൾക്കായി മുൻകരുതലെടുക്കുകയും ചെയ്യണം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച വളരെയധികം സന്തോഷവും പ്രശസ്തിയും കൈവരും. അവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. ജൂൺ 3, അതായത് തിങ്കളാഴ്ച, ജൂൺ 4 ചൊവ്വാഴ്ച, ജൂൺ 5 ബുധനാഴ്ച ദിവസങ്ങളിൽ യഥാക്രമം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ പക്കപ്പെരുന്നാൾ ദിവസമായതിനാൽ ആചാരാനുഷ്ഠാനങ്ങളോടെ ക്ഷേത്ര ദർശനം നടത്തുകയും കഴിയും വിധം വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാനം മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ഈ ആഴ്ചയിൽ വളരെ കാലമായി കാണാത്ത ചില ഉറ്റ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഈ കൂടിക്കാഴ്ച വളരെ സന്തോഷകരവും നിങ്ങൾക്ക് പുതിയ ഊർജം നൽകുകയും ചെയ്യും. എന്നിരുന്നാലും മറ്റുള്ളവരോട് കാണിക്കുന്ന അമിതമായ ദയയും സഹാനുഭൂതിയും വിനാശകരമായി തീരുന്നതാണ്. ഈ സമയത്ത് സഹായം ആവശ്യപ്പെടുന്നവരെ സഹായിക്കുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ്. നിങ്ങളുടെ ദയ ദുരുപയോഗം ചെയ്യുവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ സഹായം നൽകുന്നതിന് മുമ്പ് കാര്യങ്ങൾ നന്നായി പഠിക്കേണ്ടതാണ്. ഏതെങ്കിലും വസ്തു ഇടപാടിലോ പണമിടപാടിലോ ജാമ്യം നിൽക്കുന്നത് ഈ ആഴ്ച വളരെയധികം അപകടം സൃഷ്ടിക്കും. ശ്രദ്ധാലുവായില്ലെങ്കിൽ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളും നിയമപ്രശ്നങ്ങളും ജയിൽ ജീവിതം വരെ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ ഈ കാര്യത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കുകയും യാതൊരു ഉറപ്പും നൽകുന്നതിന് മുമ്പ് എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുകയും ചെയ്യുക. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വീട്ടിലെ അംഗങ്ങളുമായി തെറ്റിദ്ധാരണകളും വാക്കേറ്റങ്ങളും ഉണ്ടാകാം. ക്ഷമയോടെയും ധാരണയോടും പെരുമാറുകയും സംഘർഷങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ജോലി തേടുന്ന ആളുകൾക്ക് ഈ ആഴ്ച നല്ല വാർത്തകൾ വന്നുചേരും. അർഹമായ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഈ അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുവാൻ അവ ഉപയോഗിക്കുകയും ചെയ്യുക. ജൂൺ 5 ബുധനാഴ്ച, ജൂൺ 6, ജൂൺ 7 എന്നീ ദിനങ്ങൾ യഥാക്രമം കാർത്തിക, രോഹിണി മകയിരം നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാൾ ആയതിനാൽ
ആചാരാനുഷ്ഠാനങ്ങളോടെ ക്ഷേത്ര ദർശനം നടത്തി കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ മാറി നല്ല ഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ. ഈ ആഴ്ച കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരും. അവരുടെ പിന്തുണയും സ്നേഹവും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ജീവിതത്തിൽ പുതിയ ഊർജം നൽകുകയും ചെയ്യും. എന്നാൽ അനാവശ്യമായ സൗഹൃദങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. ചില സുഹൃത്തുക്കൾ നിങ്ങളുടെ വിശ്വാസം ദുരുപയോഗം ചെയ്തേക്കാം. സാമ്പത്തികമായും വൈകാരികമായും നിങ്ങളെ ചൂഷണം ചെയ്യുവാൻ ഇടയുണ്ട്. സൗഹൃദം സ്ഥാപിക്കുമ്പോഴും ജാഗ്രത പാലിക്കുകയും വ്യക്തിഗത വിവരങ്ങൾ പങ്കിടാതിരിക്കുകയും ചെയ്യണം. അപരിചിതരുമായി ഇടപെടുന്നതിലും ജാഗ്രത വേണം. ചതിക്കപ്പെടുവാനോ വഞ്ചിക്കപ്പെടുവാനോ സാധ്യതയുണ്ട്. ആയതിനാൽ ആരുമായും ഇടപഴകുമ്പോൾ ജാഗ്രത പാലിക്കുകയും വിലപ്പെട്ട വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യണം. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ വന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വഴിമാറും. അതിനാൽ ചെലവുകൾ നിയന്ത്രിക്കുകയും അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. തൊഴിൽ ജീവിതത്തിൽ അമിത സമ്മർദ്ദവും ജോലി ഭാരവും അനുഭവപ്പെട്ടേക്കാം. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ക്ഷമയോടെയും പോസിറ്റീവ് മനോഭാവത്തോടെയും പ്രവർത്തിക്കുകയും ജോലി പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഈ ആഴ്ച നടക്കുന്ന കോടതി കേസുകളിൽ വിജയത്തിന് സാധ്യത വളരെയധികം കുറവായിരിക്കും. കഴിയുമെങ്കിൽ കേസ് അവധി അപേക്ഷിച്ച് നീട്ടുന്നത് ഉപകരിക്കും. നിയമപരമായ കാര്യങ്ങളിൽ വിദഗ്ധ സഹായം തേടുന്നത് നല്ലതാണ്. തർക്ക വിഷയങ്ങളിൽ സന്ധി സംഭാഷണങ്ങളൊക്കെയും ഈ ആഴ്ച പ്രതികൂലമാകുവാൻ യുക്തിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. ജൂൺ 7 വെള്ളിയാഴ്ച, ജൂൺ 8 ശനിയാഴ്ച ദിനങ്ങൾ യഥാക്രമം മകയിരം തിരുവാതിര നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാൾ ദിനം ആയതിനാൽ ആചാരാനുഷ്ഠാനങ്ങളോടെ ക്ഷേത്രദർശനം നടത്തി കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നത് നിങ്ങൾക്ക് വന്നു ചേരുന്ന കഷ്ടതകൾ അകന്നു പോകുവാൻ ഗുണകരമാണ്. പുണർദം നക്ഷത്രക്കാർ ശനിയാഴ്ചയും വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഈ ആഴ്ച സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്ക് നേരിയ പുരോഗതി അനുഭവപ്പെടും. കുറെ കാലമായി കഠിനാധ്വാനം ചെയ്തതിൻ്റെയും ക്ഷമയോടെ കാര്യങ്ങൾ നേരിട്ടതിൻ്റെയും ഫലമായിരിക്കും ഈ പുരോഗതി കൈവരിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ കുടിശ്ശികകൾ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. നിക്ഷേപിച്ചിരുന്ന പണം ലാഭത്തോടെ തിരിച്ചു വന്നേക്കാം. വന്നു ചേരുന്ന സാമ്പത്തിക ലാഭം കരുതലോടെ കൈകാര്യം ചെയ്യുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ പ്രണയത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ വീട്ടുകാരുടെ അനുമതിയോടെ വിവാഹം കഴിക്കുവാനുള്ള അവസരം ലഭിക്കും. ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഊഷ്മളത വർദ്ധിക്കുന്നതാണ്. വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് ഈ ആഴ്ച ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബജീവിതം പൊതുവിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും. കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. കുടുംബത്തെ സംബന്ധിച്ച ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം എടുക്കാവുന്ന തീരുമാനങ്ങൾ വിജയകരമായി നടപ്പിലാക്കുവാനും അതിൽ അഭിമാനം തോന്നാനും കഴിയും. ഭാര്യ-ഭർതൃബന്ധം കൂടുതൽ സുദൃഢമാകും. പരസ്പര സ്നേഹവും കരുണയും വർദ്ധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും നല്ല വാർത്തകൾ കേൾക്കുവാനിടയുണ്ട്. ചിലർക്ക് ഈ ആഴ്ച പുതിയ പ്രണയത്തിൻ്റെ വസന്തം വിരിയുന്ന ഒരു സമയമാണ്. ഇഷ്ടപ്പെട്ട വ്യക്തിയെ കൂടുതൽ അടുത്ത് അറിയുവാനും അവരോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കുവാനുള്ള അവസരം വന്നു ചേരും. കർക്കിടക രാശിയിലുള്ള പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ യഥാക്രമം ശനിയാഴ്ച, വ്യാഴാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹം തേടേണ്ടതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഈ ആഴ്ച ജാഗ്രതയും സംയമനവും പരീക്ഷിക്കപ്പെടും. ശത്രുക്കളും അസൂയാലുക്കളും അപകീർത്തിപ്പെടുത്തുവാനും പേരും പ്രശസ്തിയും നശിപ്പിക്കുവാനും ശ്രമിക്കുന്നതാണ്. അവർ വ്യാജ ആരോപണങ്ങളും ഗൂഢാലോചനകളും നടത്തി
നിങ്ങളെ പ്രതിസന്ധിയിലാക്കുവാൻ ശ്രമിക്കും. എന്നാൽ ദൈവാനുഗ്രഹം കൂടെയുണ്ട്. ഏത് പ്രതിസന്ധികളിലും അവസാന നിമിഷം അത്ഭുതകരമായി നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ഈ അനുഭവങ്ങൾ ആത്മവിശ്വാസവും ദൈവവിശ്വാസവും നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ്. രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച അഭിവൃദ്ധി നിറഞ്ഞതാണ്. കഴിവിനും പ്രവർത്തന മികവിനും അംഗീകാരം ലഭിക്കും. പദവി ഉയർത്തലും പ്രശസ്തിയും തേടിയെത്തുകയും ചെയ്യും. കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും അലയടിക്കും. ഭാര്യ-ഭർതൃ ബന്ധം കൂടുതൽ സുദൃഢമാകുകയും ചെയ്യും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും കരുതലും വർദ്ധിക്കും. നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വിജയം നേടും. അവരുടെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുവാനുള്ള അവസരവും ലഭിക്കും. കൂടാതെ ഈ ആഴ്ച വളരെ കാലമായി കാണാതിരുന്ന ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യമുണ്ടാകും. ഈ കൂടിക്കാഴ്ചകൾ പഴയ സുഹൃത്ത് ബന്ധങ്ങൾ പുതുക്കുവാനും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള വഴി തുറക്കും. പുതിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും പരസ്പരം സഹായിക്കുവാനുമുള്ള അവസരം ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി വിലമതിക്കുവാനാകാത്ത സമ്മാനങ്ങളോ ആകർഷകമായ വസ്ത്രങ്ങളോ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഈ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം വർദ്ധിപ്പിക്കുകയും സാമൂഹിക പ്രശസ്തി നേടിക്കൊടുക്കുകയും ചെയ്യും. ഈ സമ്മാനങ്ങൾ ജീവിതത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും കൊണ്ടുവരും. ചിങ്ങ രാശിയിലുള്ള മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ യഥാക്രമം തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും വന്നു ചേരുന്ന കഷ്ടതകൾ ഒഴിവായി പോകുവാനുള്ള ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. ഈ ആഴ്ച വളരെയധികം ജാഗ്രതയും സൂക്ഷ്മതയും വളരെ പ്രധാനമാണ്. ചില കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് വലിയ പ്രതിസന്ധികളിലേക്ക് നയിക്കാം. തെറ്റായ വഴിക്ക് നയിക്കുന്ന സൗഹൃദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. ഇത്തരം സംസർഗം നിയമ നടപടികളിലേക്കും ജയിൽവാസത്തിലേക്കും വരെ നയിക്കുന്നതാണ്. നിലവിലുള്ള സ്വത്ത് തർക്കങ്ങളിൽ പരാജയ സാധ്യതയും കാണുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ല മനസ്സാണ്, പക്ഷേ ഈ ആഴ്ച അപരിചിതരെ സഹായിക്കുന്ന കാര്യത്തിൽ ജാഗ്രത പാലിക്കുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടിയാകും സമ്മാനിക്കുക. സർക്കാർ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ബാങ്ക് ഇടപാടുകളിൽ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ഇടപെടണം. എല്ലാ രേഖകളും കൃത്യമായി സൂക്ഷിക്കുകയും സാമ്പത്തിക ഇടപാടുകൾ നിയമപരമായി പൂർത്തിയാക്കുകയും ചെയ്യുക. ഈ ആഴ്ച മിക്കവാറും എല്ലാ കാര്യങ്ങളും തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഈ പ്രതിസന്ധികൾ മാനസികമായി നിങ്ങളെ തളർത്തുകയും ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കുകയും ചെയ്യും. മുൻപ് മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയിട്ടുള്ളവർ ഈ ആഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് കൃത്യമായി കഴിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഈ സമയത്ത് ക്ഷമയോടെയും ധൈര്യത്തോടെയും കാര്യങ്ങൾ നേരിടുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഓർത്തിരിക്കുക, ഈ പ്രതിസന്ധികൾ താൽക്കാലികമാണ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും ശ്രദ്ധയോടെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ കഴിയുന്നതാണ്. കന്നി രാശിയിലുള്ള ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ യഥാക്രമം ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ ആഴ്ച കുറച്ചധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചില തെറ്റിദ്ധാരണകളും അപവാദങ്ങളും അലട്ടിയേക്കാം. പ്രതീക്ഷിക്കാത്ത വാക്കുകൾ തന്നെ കേൾക്കേണ്ടി വന്നേക്കാം. ഇതൊക്കെ തന്നെ മനസ്സിനെ ആഴത്തിൽ വിഷമിപ്പിക്കുവാനും വിഷാദത്തിലേക്ക് നയിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരത്തിലും പെരുമാറ്റത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. വാക്കുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ടതാണ്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാനും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാനും ശ്രമിക്കുക. ആരോഗ്യകാര്യത്തിലും കുറച്ചധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. അജ്ഞാതമായ ചില രോഗങ്ങൾ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ശരീരത്തിലെ അസ്വസ്ഥതകളെ അവഗണിക്കരുത്. ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കുക. ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുവാൻ മറക്കരുത്. കുടുംബാംഗങ്ങളുമായും അയൽക്കാരുമായും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ശാന്തമായ മനസ്സോടെ കാര്യങ്ങളെ നിങ്ങൾ സമീപിക്കുക. കോപവും വാദവും ഒഴിവാക്കി ക്ഷമയോടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. നേരത്തെ നിലനിന്നിരുന്ന ചില നിയമ കേസുകളിലും പ്രതികൂല അനുഭവം അനുഭവിക്കേണ്ടി വരും.
അത്തരം സാഹചര്യങ്ങളിൽ നിയമവിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. മനസ്സിൽ വാരി വലിച്ചുകൂട്ടിയ പലതും സ്വയം അനുഭവിക്കേണ്ട അവസ്ഥ വന്നു ചേരും. ഈ വെല്ലുവിളികൾ താൽക്കാലികമാണ്. ഈ ആഴ്ചയുടെ അവസാനത്തോടുകൂടി കാര്യങ്ങളെല്ലാം വളരെ നല്ലതായി തുടങ്ങും. ഈ സമയം ക്ഷമയും ധൈര്യവും കൈവയ്ക്കുക. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള ശ്രമങ്ങൾ നടത്തുക. നല്ല ചിന്തകൾ നിലനിർത്തുക. വിഷമകരമായ സാഹചര്യങ്ങളെ ധൈര്യത്തോടെ നേരിടുക. തുലാ രാശിയിലുള്ള ചിത്തിര നക്ഷത്രക്കാർ വെള്ളിയാഴ്ചയും ചോതി വിശാഖം നക്ഷത്രക്കാർ ശനിയാഴ്ചയും വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ ആഴ്ച സന്തോഷകരമായ പലതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരും. പ്രണയം, വിദേശയാത്ര, തൊഴിൽ, വിദ്യാഭ്യാസം, സാമൂഹിക ജീവിതം എന്നിങ്ങനെയുള്ള മേഖലകളിൽ ആഹ്ലാദകരമായ വാർത്തകൾ കേൾക്കുവാൻ കഴിയും. കാലങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന ഒരു പ്രണയ സാഫല്യം ഈ ആഴ്ച അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. ബാല്യകാല സുഹൃത്തുക്കളുമായുള്ള പ്രണയം വീട്ടുകാരുടെ അനുഗ്രഹത്താൽ വിവാഹത്തിൽ കലാശിക്കുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ പുതിയ ഒരു അധ്യായത്തിന് തുടക്കം രചിക്കാൻ ഇത് സാധിക്കുന്നതാണ്. വിദേശയാത്രയെക്കുറിച്ച് സ്വപ്നം കാണുന്നവർക്ക് ഈ ആഴ്ച അനുകൂലമാണ്. വിദേശയാത്രയ്ക്കുള്ള അനുമതി ലഭിക്കുകയും അവിടെ നിങ്ങളുടെ മികവിനെ അംഗീകരിക്കപ്പെടുന്ന ഉയർന്ന പദവിയിലേക്കുള്ള ജോലി ലഭിക്കുവാനുമുള്ള സാധ്യത കൂടുതലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിക്കുവാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് സ്കോളർഷിപ്പോടുകൂടി വിദേശ പഠനം എന്ന ദീർഘകാല സ്വപ്നം സഫലീകരിക്കുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താം. രാഷ്ട്രീയത്തിലോ ചലച്ചിത്ര രംഗത്തോ സാമൂഹിക രംഗത്തോ പ്രവർത്തിക്കുന്നവർക്കും ഈ ആഴ്ച തിളങ്ങുവാനുള്ള സമയമാണ്. പുതിയ ചില വിവാദ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള അവസരം തേടിയെത്തും. ഈ അവസരങ്ങൾ കൃത്യമായും ബുദ്ധിപൂർവവും കൈകാര്യം ചെയ്യുന്നതിലൂടെ പ്രശസ്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കുവാനാകും. ആഗ്രഹിച്ചിരുന്ന പുതിയ വാഹനം സ്വന്തമാക്കുവാനും കഴിയും. കൂടാതെ ജോലിസ്ഥലത്ത് നിങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിക്കുവാനും തൊഴിൽപരമായ വിജയങ്ങൾ നേടുവാനും ഇതേ സമയം അനുയോജ്യമാണ്. ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയം കൂടിയാണ്. വൃശ്ചിക രാശിയിലുള്ള വിശാഖം, അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ ശനിയാഴ്ച, വ്യാഴാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും പുതിയ പ്രതീക്ഷകൾ മുട്ടിടുന്ന സമയമാണ്. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുകയും വീട്ടിൽ സന്തോഷവും സൗഹാർദ്ദവും നിറയുകയും ചെയ്യും. വളരെ കാലമായി അകന്നു നിന്നിരുന്ന ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും പരസ്പരം കൂടുതൽ അടുക്കുവാനുമുള്ള അവസരം ലഭിക്കും. തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തും മികച്ച വാർത്തകൾ കേൾക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. കുറച്ചു കാലമായി അലട്ടിയിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി പുതിയ വെളിച്ചം കാണും. നിങ്ങളുടെ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും അഭിനന്ദനവും പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെ കാലമായിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ ഫലമായി അപ്രതീക്ഷിതമായി ഉയർന്നു വന്ന പദവി ലഭിക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. സ്ത്രീകളുമായുള്ള ബന്ധം ഈ ആഴ്ച ശക്തമാകും. ജോലിസ്ഥലത്ത് സാമൂഹിക ബന്ധങ്ങളിലൂടെ സ്ത്രീകളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുവാനുള്ള അവസരം ലഭിക്കും. അവരുടെ സൗഹൃദം ജീവിതത്തിൽ പുതിയ സന്തോഷം നിറയ്ക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമാണ്. എല്ലാ പ്രവർത്തനങ്ങളും ലാഭത്തിൽ കലാശിക്കുകയും ബിസിനസ് വളരുകയും ചെയ്യും. പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനും വിപണിയിൽ വിജയം നേടുവാനുമുള്ള അവസരം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സ്വസ്ഥ ജീവിതത്തിൽ അസൂയയും ദ്രോഹവും കൊണ്ടുവരുന്ന ശത്രുക്കളെ മറികടക്കുവാനും അവരുടെ ദുഷ്ടചിന്തകളെ തടയുവാനും കഴിയും. ധൈര്യവും ശക്തിയും കൊണ്ട് അവരെ തോൽപ്പിക്കുകയും സ്വയം ലക്ഷ്യമിട്ട വഴിയിൽ വിജയിക്കുവാൻ മുന്നേറുകയും ചെയ്യേണ്ടതാണ്. ധനുരാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ യഥാക്രമം തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ഈ ആഴ്ച നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങൾ നൽകും. ചില മേഖലകളിൽ വിജയം കൈവരിക്കുവാനാകുമെങ്കിലും മറ്റു ചില മേഖലകളിൽ വളരെയധികം തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. വിദേശയാത്രയെക്കുറിച്ചോ ജോലി മാറ്റത്തെക്കുറിച്ചോ ചിന്തിക്കുന്നവർക്ക് താൽക്കാലിക ആശ്വാസമെന്നു കരുതാവുന്ന ചില വാർത്തകൾ വന്നു ചേരും.
എന്നിരുന്നാലും കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ നീങ്ങാതെ കാലതാമസം നേരിടുവാനുള്ള സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ആഴ്ച അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. മാനസികാരോഗ്യം കാത്തുസൂക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പിന്തുണ തേടുകയും ആവശ്യമെങ്കിൽ വിദഗ്ധരുടെ സഹായം തേടുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ടെൻഷനും ആകുലതയും ഒഴിവാക്കി ശാന്തമായ ചിന്തയിലൂടെ പ്രശ്നങ്ങൾ നേരിടുവാൻ ശ്രമിക്കുക. സമാധാനത്തെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ബോധപൂർവം ഒഴിഞ്ഞു നിൽക്കുക. വാഹനം ഓടിക്കുന്നവർ ഈ ആഴ്ചയിൽ വളരെ അധികം ജാഗ്രത പാലിക്കണം. ഏഴരശ്ശനി നടക്കുന്ന സമയമായതിനാൽ അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാകുവാൻ കരുതലോടെ വാഹനം ഓടിക്കുക. കുടുംബജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. നിസ്സാര കാര്യങ്ങൾ അശ്രദ്ധ മൂലം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള ഇടയുണ്ട്. ക്ഷമയും ധാരണയും അത്യാവശ്യമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിർത്തുവാനുള്ള ഏക മാർഗം പരസ്പരം സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറുക. ഈ ആഴ്ചയുടെ അവസാനത്തോടുകൂടി കാര്യങ്ങൾ മെച്ചപ്പെടുവാൻ തുടങ്ങും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുകയും കുടുംബജീവിതത്തിൽ സന്തോഷം നിറയുകയും ചെയ്യുന്നതാണ്. മകരരാശിയിലുള്ള ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. തന്മൂലം കഷ്ടതകൾ ഒഴിഞ്ഞു പോകുകയും ജീവിതത്തിൽ വളരെയധികം വിജയം കൈവരിക്കുവാനും സാധിക്കും. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ. ഈ ആഴ്ച നിങ്ങളുടെ മനക്കരുത്ത് പരീക്ഷിക്കുന്ന ഒന്നായിരിക്കും. കുടുംബം, ആരോഗ്യം, ജോലി എന്നീ മേഖലകളിൽ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ഏറ്റവും മുഖ്യമായി അമ്മയ്ക്കോ മറ്റു മാതൃബന്ധുക്കൾക്കോ ഈ ആഴ്ച ചില പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അവരുടെ ക്ഷേമത്തിനായി ശ്രമിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ഒരു പക്ഷേ അവരുടെ ശേഷക്രിയ പോലും ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. ടെൻഷനും ആകുലതയും അലട്ടിയേക്കാം. തൻ്റേതല്ലാത്ത കാരണത്താൽ മനോദുഃഖം അനുഭവിക്കേണ്ടി വന്നേക്കാം. ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ വിഷമിപ്പിക്കാൻ ഇടയാക്കിയേക്കും. പ്രശ്നങ്ങളെ ധൈര്യത്തോടെയും ക്ഷമയോടെയും നേരിടുവാൻ ശ്രമിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വയറുവേദന അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. കുടുംബ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. ജീവിത പങ്കാളിയുമായോ മക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും വാദങ്ങൾ നടക്കുവാനും സാധ്യതയുണ്ട്. ക്ഷമയും ധാരണയും കാണിക്കുന്നത് വളരെയധികം പ്രധാനമാണ്. പരസ്പരം ബഹുമാനിക്കുകയും കരുതലോടെ പെരുമാറുകയും ചെയ്യുന്നതിലൂടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. തൊഴിൽ മേഖലയിലും ഈ ആഴ്ച പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. ജോലിയിലെ ഭാരം വർദ്ധിക്കുകയും ദൂരയാത്രകൾ ചെയ്യേണ്ടി വരികയും യാത്രാ ദുരിതം ഉണ്ടാകുകയും വരും. ചിലർക്ക് ആശുപത്രിവാസം അല്ലെങ്കിൽ സർജറി വേണ്ടി വന്നേക്കാം. ഈ വെല്ലുവിളികൾക്കിടയിലും പ്രതീക്ഷ നഷ്ടപ്പെടരുത്. കാര്യങ്ങൾ നൊടിയിടയിൽ മാറുന്നതാണ്. കുംഭരാശിയിലുള്ള അവിട്ടം നക്ഷത്രക്കാർ വെള്ളിയാഴ്ചയും ചതയം പൂരുരുട്ടാതി നക്ഷത്രക്കാർ ശനിയാഴ്ചയും വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ഈ ആഴ്ച അനുകൂലമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കുറച്ചു കാലമായി നിങ്ങൾ നേരിട്ടിരുന്ന പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടുവാനും പുതിയ ഒരു തുടക്കം കുറിക്കുവാനുമുള്ള അവസരം തേടിയെത്തും. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ തീരുമാനം ലഭിക്കുകയോ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയോ ചെയ്യും. നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ തടയാൻ കഴിയില്ല. അവരെ മറികടന്ന് വിജയം നേടുന്നതിനുള്ള അനുഭവങ്ങളിൽ നിങ്ങൾ ആത്മവിശ്വാസം വളർത്തും. ദീർഘകാലമായി അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. മനസ്സ് സന്തോഷവും സമാധാനവും നിറഞ്ഞതാകും. സഹോദര സ്ഥാനീയരായവരിൽ നിന്ന് പിന്തുണയും സഹായവും ലഭിക്കും. അവരുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിനും ഇത് കാരണമാകുന്നതാണ്. ഈശ്വരനോട് കൂടുതൽ അടുക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. ദൈവാനുഗ്രഹം അനുഭവപ്പെടും. പ്രധാനമായും ജോലിസ്ഥലത്ത് സമ്മർദ്ദങ്ങൾ കുറയും. സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പരീക്ഷിക്കുവാനുമുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. കഴിവുകൾ തെളിയിക്കുവാനുള്ള വേദിയൊരുക്കും. സ്ത്രീ സുഹൃത്തുക്കളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിലും ഈ ആഴ്ച സാക്ഷ്യം വഹിക്കുന്നതാണ്. അവരുമായി സന്തോഷകരമായ സമയം ചെലവഴിക്കുവാനും അവരിൽ നിന്ന് പിന്തുണ നേടുവാനുമുള്ള അവസരം ലഭിക്കും.
അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനുള്ള ധൈര്യവും ആ ചിന്തകൾ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ വിജയങ്ങളിൽ അഹങ്കാരം കാണിക്കാതെ എല്ലാവരോടും വിനയത്തോടെ പെരുമാറുവാൻ മറക്കരുത്. മീനരാശിയിലുള്ള പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ ശനിയാഴ്ച, ഞായറാഴ്ച, വ്യാഴാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. തന്മൂലം വന്നു ചേരുന്ന കഷ്ടതകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.